ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് മോട്ടീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റൂ. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോട്ടീവ് ഉണ്ടാവില്ല. നമ്മൾ പോയിട്ട് കുറെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. നമ്മൾ കരുതും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം. പുറത്തുനിന്ന് ഒരാൾക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തലത്തിൽ ഉണ്ടാവണം. കാരണം ഒരു ആക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ പലർക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും ഒക്കെ പറ്റിയെന്ന് വരും. പക്ഷെ മോട്ടിവേറ്റഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യും. കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചയൊക്കെ അത് നിലനിൽക്കും. ഒരാഴ്ച കഴിയുമ്പം ബലൂണിന്റെ കാറ്റ് പോയ പോലെ തന്നെ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരും. ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റും? ആ എനർജി ലെവൽ നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം നോക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മോട്ടീവിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആക്ഷൻ ഉണ്ടാവും. അതാണ് ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെയാണ് നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു കോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പെർഫോം ചെയ്യുന്ന രീതിയും കോച്ച് ഇല്ലാത്ത സമയത്ത് പെർഫോം ചെയ്യുന്ന രീതിയും രണ്ടും രണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ മോട്ടീവ് അത്ര ശക്തമാണെന്നുണ്ടെങ്കിൽ ഒരു കോച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അതിൽ എത്തിച്ചേരും. കാരണം നമ്മൾ പല സ്റ്റോറീസും നോക്കി കേട്ട് കഴിഞ്ഞാൽ, സക്സസ് സ്റ്റോറീസും കണ്ടു കഴിഞ്ഞാൽ പലരും തുടക്കത്തിൽ കോച്ചിന്റെ സഹായത്തോടു കൂടിയൊന്നും അല്ല വിജയിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ പൂർണ്ണമായിട്ടും അർപ്പിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് അതിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാവുന്നത്. എല്ലാ സക്സസ് സ്റ്റോറീസ് കേട്ടാലും നമുക്കറിയാം അവർ ഇഷ്ടംപോലെ തവണ ഫെയിൽ ആയിട്ടുണ്ടാവും. കാരണം ഈ ഫെയിലറിന്റെ ഒക്കെ നമ്പർ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ചെയ്ത് പരിചയമുള്ള ഒരാളുടെ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മോട്ടീവ് അത്ര ശക്തമായതുകൊണ്ട് തന്നെ അവർ എത്തിച്ചേർന്നിട്ടുണ്ടാവും. എല്ലാം നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ മോട്ടീവ് എന്താണെന്നുള്ളത് അത് ആദ്യം ഫിക്സ് ചെയ്യണം. പലപ്പോഴും ശങ്കയോട് കൂടി നമുക്കുള്ള ചില ലക്ഷ്യങ്ങൾ എത്തുമോ എത്തത്തില്ലേ എന്നുള്ള തലത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ, ഇതാണ് പല ആൾക്കാരെയും അവരുടെ സക്സസിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന കാര്യം. ഒരാള് ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ടൈം ഫ്രെയിമും കൂടി ഇട്ട് അതിനെ ഗോളാക്കി മാറ്റിയതിനു ശേഷം അതിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനകത്ത് യാതൊരു ഡൗട്ടിന് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്നുള്ള തിരിച്ചറിയുക. അങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്തൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അന്നേ ദിവസം നേരം പുലരുമ്പോ അല്ലെങ്കിൽ അന്ന് അവസാനിക്കുന്ന സമയത്ത് അത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും ആദ്യം വേണ്ട വിശ്വാസമാണ്. ബിലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് അതില് അത് എത്തുമോ എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം നമ്മൾ പൂർണ്ണമായിട്ടും മുന്നിൽ കണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടും അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന മാനസികാവസ്ഥയിലേക്ക്, ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന മാനസികാവസ്ഥയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് അതിവേഗതയിൽ, ഏത് കാര്യവും അതിവേഗതയിൽ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടാവും. ടാസ്കുകളെല്ലാം തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അല്ല നമ്മൾ ഡൗട്ട്ഫുൾ ആണെങ്കിൽ പലപ്പോഴും പല ടാസ്കും നമുക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും, എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എൻജോയ് ചെയ്തിട്ടല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കത്തില്ല. സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നുണ്ടാവും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് സമയം പോകുന്നത് നമ്മൾ അറിയുന്നേ ഉണ്ടാവില്ല. എത്ര സമയം ചെലവഴിച്ചാലും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ആക്ഷനിലാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആക്ഷനാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ട ആക്ഷനിലാണോ നിങ്ങൾ? അതിന് ഏറ്റവും പ്രധാനം വേണ്ടത് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മള് ഈ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ വന്ന് വിജയിക്കും എന്ന ധാരണയോടുകൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും എങ്ങും എത്തിച്ചേരാറില്ല. മറിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരത്തില്ലല്ലോ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു ലക്ഷ്യം നിശ്ചയിക്കുക,
അതിനകത്ത് നിങ്ങൾ ആക്ഷനിൽ ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ ശരിയായ ലെവലിൽ ഇത് എത്തിച്ചേരുമെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ത്രിൽഡ് ആവും. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെൽസും ഇൻസ്പയർഡ് ആവുന്ന കാണാൻ പറ്റും. അത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. പെരുവിരലിൽ നിന്ന്, കാലിന്റെ പെരുവിരലിൽ നിന്ന് ഒരു തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു പാഷൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. മറിച്ച് നമ്മളൊരു ജോലി ചെയ്യുന്നത് പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളുടെ ടൈം ഷെഡ്യൂൾ ഒക്കെ ഫിക്സ് ചെയ്ത് രാവിലെ ഉണരുന്നു, ഇത്ര മണിക്ക് കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ ആക്ടിവിറ്റി ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നതിന് ജോലി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ലിവിങ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ജോലി ചെയ്യുന്ന പോലെ അത് ചെയ്തിട്ട് കാര്യമില്ല. അത് നമുക്ക് പാഷൻ ഉണ്ടാവണം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം ഒരു ബാധ്യതയായിട്ട് മാറുന്നുണ്ടാവില്ല. ഏത് സമയത്തും നമ്മൾ അതിന് തയ്യാറായിരിക്കും. അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ തല എല്ലാം കടന്നു പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ അതിനകത്ത് കുറച്ച് ഡിസിപ്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കാരണം എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇത് ഹാബിറ്റ് ആയിട്ട് മാറണമെന്ന് പറയും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഇതെല്ലാം തന്നെ ചിലപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. നിങ്ങൾ ലക്ഷ്യം നിശ്ചയിച്ചതിന് ശേഷം ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ അതിന് അനുവാദം തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഹാബിറ്റ് വരിക, അല്ല 66 ദിവസം കൊണ്ടാണ് ഹാബിറ്റ് വരിക, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തുടർച്ചയായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഹാബിറ്റ് ആയിട്ട് മാറും. അവിടെ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് കൊണ്ടുപോയാലും അത് ഹാബിറ്റ് ആവും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്തു തുടങ്ങിയാലും അത് ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു ഫീൽഡിലാണെന്നിരിക്കട്ടെ. അവിടെ ഒരുപക്ഷെ നിങ്ങൾ ആൾക്കാരെ തിരിച്ച് ഫോൺ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടെന്നിരിക്കട്ടെ. തുടക്കത്തിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാനായിട്ട് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് ഇതുണ്ട്, മിക്കവാറും അയാൾ വല്ല തിരക്കിലുമായിരിക്കും, പിന്നെ വിളിക്കാം. ഇത് നോർമലായിട്ടുള്ള നിങ്ങളുടെ ഹാബിറ്റാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഹാബിറ്റാണ്. ഈ ഹാബിറ്റിനെ ഒന്ന് മാറ്റിയിട്ട് സക്സസ്ഫുൾ ഹാബിറ്റാക്കി മാറ്റണം. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? ഒരു പ്രത്യേക തരം നമ്പർ എന്തൊക്കെ സംഭവിച്ചാലും ആൾ ഫോൺ വിളിച്ചാൽ എടുത്താലും എടുത്തില്ലെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തുടക്കത്തിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു ജോലി പോലെ തന്നെ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പല കാര്യങ്ങളുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന വർക്കിനാണ് നമ്മൾ പറയുക പ്രൊഫഷണലിസം എന്ന് പറയും. അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ പോകെ പോകെ നിങ്ങൾ ആ പ്രോസസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഒരാൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് പറയുന്ന സമയത്ത് ആദ്യമൊക്കെ സമയത്ത് നിങ്ങൾ ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിച്ചതിന് പകരം പതുക്കെ അയാളുമായിട്ട് നമ്മളൊരു കോൺവെർസേഷനിലേക്ക് പോകും. അതെന്താ അങ്ങനെ ഇഷ്ടമില്ലാതെ വരാൻ കാരണം എന്താണ്? ശരി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ അവസാനം നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, അല്ല എന്തിനാ വിളിച്ചത്? ഈ ലെവലിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പാഷനേറ്റ് ആവുന്ന സമയത്താണ്. അതായത് ആദ്യം നമ്മൾക്ക് ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയമുണ്ടാവും, അയാൾ അവിടെ ഉണ്ടാവുമോ, വിളിച്ചാൽ അയാൾ എന്ത് സംസാരിക്കും, സമയമില്ലെന്ന് പറയും. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വിളിക്കാൻ തന്നെ മടിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ദിവസം തികയാതെ വരുന്നുണ്ടാവും. കാരണം എത്ര ആൾക്കാരെ വേണമെങ്കിലും വിളിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പാഷനേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റി എന്താണോ അത് തുടക്കത്തിൽ അത്ര ഇഷ്ടത്തോടു കൂടിയൊന്നും ആയിരിക്കത്തില്ല നമ്മൾ ചെയ്യുക. പക്ഷെ പോകെ പോകെ അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് തിരിച്ചറിയുക. ആദ്യം മോട്ടീവ് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് തെരഞ്ഞെടുക്കുക. അതിനുശേഷം അവിടെ സക്സസ്ഫുൾ ആവാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്, എന്ത് സ്കില്ലാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു ഹാബിറ്റാക്കി മാറ്റും. ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അറിവോ സമ്മതമോ ഇഷ്ടമൊന്നും ഇല്ലാതെ നടന്നോളൂ. നിങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോൺ കോൺഷ്യസ് ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നിങ്ങൾ വലിയ എനർജി ഒന്നും എടുക്കണ്ട. അത് കറക്റ്റായിട്ട് ആ പ്രോസസ്സ് നടന്നു. തിരിച്ചും
മനസ്സിലാക്കിക്കോണം. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അതും നമ്മൾ അറിയാതെ തന്നെ ഹാബിറ്റായിട്ട് മാറും. പക്ഷെ ഹാബിറ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ അറിവോ സമ്മതം ഇല്ലാതെ തന്നെ നടക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, 96% നിങ്ങളുടെ ഹാബിറ്റിന്റെ പാട്ടാണെന്നുള്ള അറിയാൻ പറ്റും. ഇത് എപ്പോഴൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ പുറത്തുനിന്ന് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മോട്ടിവേറ്റഡ് ആവണോ വേണ്ടെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക, അതിലേക്ക് ഫോക്കസ്ഡ് ആവുക. ആക്ടിവിറ്റി, ആക്ഷൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുമെന്ന് തിരിച്ചറിയുക.